ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ഓട്സും കുറച്ച് തേങ്ങയും വെച്ചിട്ട് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഓട്സും തേങ്ങയും കൊണ്ടുള്ള ഈ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1.5 ഗ്ലാസ് ഓട്സാണ് എടുത്തത്. ഈ ഒരു ക്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് വേണ്ടത്. വളരെ എളുപ്പമായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു ഓട്സ് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത് വെച്ച ഓട്സാണ്. ഇനി നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഓട്സാണ്. നേരിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ വേണ്ടത് ബാക്കി വന്ന ചോറോ ഏതാ നമ്മളെ കയ്യിൽ ചോറുള്ള ആ ഒരു ചോറ് ഒരു തവിട്ടോ ഇതുപോലത്തെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. രാവിലെയൊക്കെ നമ്മൾ എന്തുണ്ടാക്കുക എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല രാത്രി. അപ്പോൾ ഇതുപോലെ ഓട്സും ചോറും കുറച്ച് തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ അരച്ചിട്ട് രാവിലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വേണ്ടത്. ഇനി ഞാനിതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഓട്സും പിന്നെ തേങ്ങയും ചോറും കൂടി നനയുന്ന രീതിയിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കും. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന രീതി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു 1.5 ഗ്ലാസിൻ്റെ മുകളിലായിട്ട് വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഞാനൊരു 10 മിനിറ്റോളം ഒന്നങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മളെ ഈ ഒരു ഓട്സ് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ കുറച്ച് പൊതിർന്നൊക്കെ ആയിട്ട് കിട്ടീനെ. ഇതിലേക്ക് ഞാനൊരു 5 സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ റവ ഇട്ടിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു മാവ് കട്ടിയായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കുക കേട്ടോ. പിന്നെ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തേനെ. ഇനി ഞാനിതൊരു മിക്സിൻ്റെ ജാറെടുത്തിന് അതിക്ക് ഈ ഒരു ഓട്സ് ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഞങ്ങൾ പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് അരക്കാൻ കഴിയില്ല. ഏകദേശമൊക്കെ ഒരു ആ രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുക വേണ്ടത്. ഇങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും അധികം ഒഴിച്ച് കൊടുക്കരുത്. ഈ കട്ടിയിൽ തന്നെ മാവ് നമുക്ക് കിട്ടണേ. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിങ്ങോട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഇങ്ങോട്ട് നമുക്ക് ഈ ഒരു ബബിൾസൊക്കെ അത് ഉണ്ടായിട്ട് കിട്ടും. അതുപോലെ കിട്ടും. ഇനി ഞാൻ 2 മണിക്കൂർ മാത്രം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കണത്. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടും ഞാനിതാ ഒരു 10 മിനിറ്റോളം അങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാവ് നന്നായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ലൊരു അടിപൊളി ബീഫ് കറിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബീഫ് കറി കേട്ടോ. 1 കിലോ ബീഫ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മുറിച്ചിട്ട് ഞാൻ ഈ കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാളയും ഒരു തക്കാളി, പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി ചതക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ പൊടികൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. എളുപ്പമാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കട്ടെ. കൈ വെച്ചിട്ട് ഇളക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഇതേപോലെ തവി വെച്ചിട്ട് ഇളക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 വിസിലോരം അങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് വിസിലെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിന് കേട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു ബീഫ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിനയക്കുക കുറച്ച് ഉള്ളിട്ടോ ചെറിയ ഉള്ളിയോ സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഇട്ട് നല്ലത് അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കളറ് മാറി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി പൊടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത്.
1 സ്പൂണ് പിന്നെ ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നത്. ബീഫ് മസാല നിങ്ങളെ കയ്യിലേക്ക് ഗരം മസാല 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് അപ്പോൾ വിസിലൊക്കെ കൂക്കിപ്പോയിന് കേട്ടോ. വിസിലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഈ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റോളം മൂടി വെക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് അതാ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി നമുക്ക് കിട്ടുന്ന ഈ സമയത്ത് ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിനെ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ ബീഫ് കറി സെറ്റായേ. ഈ ഒരു സമയത്ത് 2 മണിക്കൂറോളം ആയിന് കേട്ടോ. നമ്മൾ മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയൊന്നും കിട്ടില്ല. നമ്മൾ രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ പൊങ്ങി കിട്ടും. ഞാനാകെ രാവിലെ തന്നെ 2 മണിക്കൂറാണല്ലോ വെച്ചത്. അപ്പോൾ അവർ അധികം അങ്ങോട്ട് ഇളക്കി കൊടുക്കരുത്. ഇതേപോലെ ബബിൾസൊക്കെ അങ്ങനെ ആയി വരുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ഒരു തവി ഏതായാലും വേണ്ടില്ല കേട്ടോ. അടുപ്പത്ത് വെച്ചാണ് എന്നിട്ട് ഓരോ തവി മാവ് ഇങ്ങനെ ഇതിലേക്ക് ചൂടായതിന് ശേഷം ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ബബിൾസ് ഇങ്ങനെ വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് നമ്മൾ നല്ല കിടിലം അപ്പം റെഡി ആയിട്ട് എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യോ ഓയിലോ ഇതുപോലെ അങ്ങോട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അടിപൊളി അപ്പം കേട്ടോ. ഓട്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ്. ഒരുപാട് സമയമൊന്നും മാവ് റെസ്റ്റ് ചെയ്ത് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അടുത്തതും ഇതുപോലെ തന്നെ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാനാണ്. ദോശയായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം നമുക്ക് ഈ റെസിപ്പി കൊണ്ട്. കണ്ടില്ലേ നല്ല അടിപൊളി ആരെടുത്ത് വന്ന അപ്പാണ് കേട്ടോ. ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഞാൻ മസാല ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ. ഇനി കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ച് മതി ഇട്ട് 1/4 ടീസ്പൂൺ മാത്രം മതി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ഇതിലേക്ക് മസാലകളൊക്കെ നിങ്ങൾ മസാല ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ മസാലകൾ റെഡിയാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഉള്ളിലൊന്നങ്ങോട്ട് ഫുള്ളാക്കി വെച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ഈ ഒരു ദോശയും റെഡി ആയണേ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. രാവിലെയൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു ദോശയൊക്കെ റെഡി ആയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും